തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ സഹപ്രവർത്തകനായ സുഗാന്ത് സുരേഷിനെ കണ്ടെത്താനാകാതെ പോലീസ്. യുവതിയുടെ ആത്മഹത്യയ്ക്ക് ശേഷം ഒളിവിൽ പോയ സുഗാന്ത് സംസ്ഥാനം വിട്ടതായും സംശയിക്കുന്നുണ്ട്. പ്രതിക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതിന് പിന്നാലെ ബലാത്സംഗ കുറ്റം കൂടി ചുമത്തി പോലീസ് കേസെടുത്തിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? വിഷ്ണു, മേഘാമധുവിന്റെ ആത്മഹത്യക്ക് പിന്നാലെ ഒളിവിൽ പോയ സുഗാന്തിനെ ഇതുവരെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നതെങ്കിൽ പോലും കാര്യക്ഷമമായ രീതിയിൽ അന്വേഷണം നടക്കുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കാൻ. കഴിഞ്ഞ 1.5 ആഴ്ച മുമ്പാണ് തിരുവനന്തപുരത്തെ വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥയായ മേഘാമധുവിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്നത്. തിരുവനന്തപുരം ചാക്കയ്ക്ക് സമീപത്തുള്ള റെയിൽവേ ട്രാക്കിന് സമീപത്താണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്നാണ് കുടുംബം ഒരു ആരോപണം ഉന്നയിക്കുന്നത്. മേഘയുടെ ആത്മഹത്യക്ക് കാരണം ഒരു സഹപ്രവർത്തകനാണ് എന്നൊരു ആരോപണം കുടുംബം ഉന്നയിക്കുന്നത്. അങ്ങനെയാണ് സുഗാന്തിലേക്ക് പോലീസ് വരുന്നത്. എന്നാൽ ആത്മഹത്യാ വിവരം മാധ്യമങ്ങളിലൂടെ അടക്കം അറിഞ്ഞതിന് പിന്നാലെ സുഗാന്തും കുടുംബവും നാട് വിടുകയായിരുന്നു. തുടർന്ന് ഇതുവരെ സുഗാന്തിനെ കണ്ടെത്താൻ പോലീസ് കഴിഞ്ഞിട്ടില്ല. അതിനിടയിലാണ് സുഗാന്തിനായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നത്. തുടർന്ന് മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്തു. ബലാത്സംഗ കുറ്റം രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്നാൽ ഇതുവരെയായും ഈ സമയം അത്രയുമായിട്ടും ഈ സുഗാന്തിനെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇപ്പോൾ എടുത്തു പറയേണ്ടത്. പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് മാത്രമാണ് ഇപ്പോഴും അറിയുന്നത്. എന്നാൽ അദ്ദേഹത്തെ കണ്ടെത്തുവാനോ എവിടെയാണെന്നുള്ള കാര്യമടക്കം പോലീസിന് ഇതുവരെ ഒരു വിവരവും ലഭിച്ചിട്ടില്ല. മാത്രമല്ല സുഗാന്ത് സംസ്ഥാനം വിട്ടതായിട്ടുള്ള സൂചനകളും ലഭിക്കുന്നുണ്ട്. അങ്ങനെയും സാധ്യതയുണ്ടെങ്കിൽ അതും തള്ളിക്കളയാനാവില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ മൊബൈൽ സിഗ്നൽ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടൊരു അന്വേഷണത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. വൈകാതെ സുഗാന്തിനെ പിടികൂടും എന്നൊരു വിവരം കൂടി ലഭിക്കുകയും ചെയ്തത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ സാഹചര്യങ്ങൾക്കിടയിലാണ് സുഗാന്ത് അഭിഭാഷകൻ മുഖാന്തരം അതായത് ഒരു ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിക്കുന്നത്. ആ ജാമ്യാപേക്ഷയിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ആത്മഹത്യയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല. മാത്രമല്ല ഈ ആത്മഹത്യ ചെയ്ത IB ഉദ്യോഗസ്ഥയും താനും തമ്മിൽ പ്രണയത്തിലായിരുന്നു. തങ്ങൾ ഇരുവരും ചേർന്ന് വിവാഹം കഴിക്കുവാനൊരു നിശ്ചയിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് തന്റെ കുടുംബം ഈ മേഘാമധുവിന്റെ കുടുംബവുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. പത്തനംതിട്ടയിലെത്തി സംസാരിക്കുകയും ചെയ്തിരുന്നു എന്നൊരു കാര്യം കൂടി ഈ ജാമ്യാപേക്ഷയെ പറയുന്നു. അതുകൊണ്ട് തന്നെ തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഈ മരണവുമായി ബന്ധപ്പെട്ട യാതൊരു വിവരവും അറിയില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നു. എന്നാൽ കുടുംബം അത് തള്ളിക്കൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കുടുംബം പറയുന്നത് ഇത് നിഷേധിക്കുകയാണ് ചെയ്തത്. കാരണം ഇങ്ങനൊരു കാര്യം നടന്നിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. മാത്രമല്ല അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണവും ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആരോപണം കുടുംബം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. ഉടൻ തന്നെ പിടികൂടുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഈ 1.5 ആഴ്ച പിന്നിടുമ്പോഴും ഈ സുഗാന്ത് എവിടെ പോയി, ഒളിവിൽ പോയത് എവിടെയാണെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. വിഷ്ണു, ശരി, പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്.